Good morning. Now we are going through thermodynamics, and in the previous classes we studied about system and thermal equilibrium, zeroth law of thermodynamics, thermodynamic variables, and indicator diagram. Today we are studying about the work done in a thermodynamic process and work done in various thermodynamic processes. Before that, we are studying a term quasi-static process. The പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താ കോസി സ്റ്റാറ്റിക്. കോസി മീൻസ് ദാറ്റ്സ് എ ലാറ്റിൻ വേർഡ് ആൻഡ് ഇറ്റ്സ് നെയിം അസീഫ് അല്ലെങ്കിൽ അപ്പാരൻ്റ്ലി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഏകദേശം അതുപോലെ, ഈവൻ ദോ ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ബട്ട് സിമിലർ ടു ദാറ്റ്. അതാണ് ആ കോസി എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം. സോ കോസി സ്റ്റാറ്റിക് മീൻസ് ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയാം. അപ്പോൾ കോസി സ്റ്റാറ്റിക് മീൻസ് അസീഫ് ഇക്വിലിബ്രിയം, അതർവൈസ് അപ്പാരൻ്റ്ലി ഇക്വിലിബ്രിയം ഓർ നിയർ ടു ഇക്വിലിബ്രിയം. അതായത് ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലല്ല എങ്കിലും അതേപോലെ നിയർ ടു ദാറ്റ് ഇക്വിലിബ്രിയം. അങ്ങനെയുള്ള പ്രോസസ്സിനെ പറ്റി പറയുവാനാണ് വി ആർ യൂസിങ് ദ ടേം കോസി സ്റ്റാറ്റിക് പ്രോസസ്. സോ നമ്മൾ ഐഡിയൽ ഗ്യാസ് പറഞ്ഞതുപോലെ തന്നെ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് and there is no any ideal gas, isn't it? And quasi-static process എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഐഡിയൽ കൺസെപ്റ്റ് ആണ്. ബട്ട് വി ക്യാൻ സേ ദാറ്റ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് മെനി പ്രോസസ് അപ്രോച്ചസ് ദ quasi-static process വിത്ത് മൈന്യൂട്ട് എറർ. സാധാരണ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ quasi-static പ്രോസസ്സിൻ്റെ അടുത്തു കൂടി പോകും. അതുമായി ചെറിയ അതായത് റിയൽ പ്രോസസ്സിൽ ഈ quasi-static പ്രോസസ്സുമായിട്ട് വളരെ ചെറിയൊരു എററേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, തിയററ്റിക്കലി നമുക്ക് ഒരു പ്രോസസ്സിനെ പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം വി ക്യാൻ സ്റ്റഡി അബൌട്ട് എ quasi-static process. So quasi-static process means it is a near to equilibrium process or it is as-if equilibrium process, or we can say what is quasi-static process means it is a slow process in which the system remains in internal equilibrium. Otherwise what is means by a quasi-static process means it is a slow process in which system changes from one equilibrium position to another equilibrium position very slowly. Otherwise here it happens for the system in which when this quasi-static process happens the system remain its equilibrium or remain its internal equilibrium. അപ്പോൾ പലതരത്തിൽ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാനാണ്. ഇറ്റ് ഈസ് എ slow process in which the system changes from one equilibrium position to another equilibrium position very slowly. അപ്പോൾ അങ്ങനെയാകുമ്പോഴൊരു ഗുണം എന്താ, നമ്മുടെ കയ്യിലൊരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്. ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രം എടുത്ത് നോക്കാം. അതായത് പി വി എന്ന് പറയുന്ന ലെറ്റ് ഇറ്റ് ദ ഇനീഷ്യൽ പ്രഷർ P1 ആൻഡ് ഇനീഷ്യൽ വോളിയം as V1 and similarly let the final pressure as P2 and final volume as V2. So it is going from this position initial state to the final state. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഒരുപാട് quasi-static പ്രോസസ്സുകളുടെ ഒരു കോമ്പിനേഷനാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതായത് ഈ പ്രോസസ്സ് ഈ സ്റ്റേറ്റിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേറ്റിലേക്ക്, അതായത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് തൊട്ടടുത്ത ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ഒരു ചേഞ്ച് നടന്നു, ഒരു quasi-static പ്രോസസ്സ് നടന്നു. പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്ത പൊസിഷനിലേക്ക്, അതായത് പ്രഷറും വോളിയവും അതുമായി സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കുറവുള്ള അടുത്തൊരു സ്റ്റേറ്റിലേക്ക്, അതൊരു നെക്സ്റ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ്, അതിലേക്കൊരു മാറ്റം നടന്നു. ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. ഇൻ ദാറ്റ് കേസ് ദ പ്രഷർ ആൻഡ് വോളിയം ദേ ഹാവ് മൈന്യൂട്ട് ഡിഫറൻസ് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് പോയി, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് പോയി, അത് മറ്റൊരു quasi-static പ്രോസസ്സാണ്. അപ്പോൾ ഇതെന്താ, ഒരുപാട് quasi-static പ്രോസസ്സുകൾ കൂടി കടന്നു പോയിട്ടാണ് ഒരു ടോട്ടൽ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ we can say that each process we can represent it as a series of quasi-static processes. അപ്പോൾ ഈ quasi-static പ്രോസസ്സ് എന്താണെന്നും അതിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നും അതിനെങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ നമുക്ക് ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ ഈ quasi-static പ്രോസസ്സ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് വേറെ ഏത് പ്രോസസ്സിന് വേണമെങ്കിലും പറയാം. കാരണം എന്താ, ഓരോ പ്രോസസ്സും എന്താണ്, ഈച്ച് പ്രോസസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ സീരീസ് ഓഫ് quasi-static processes. Okay, so what do you mean by this quasi-static process? It is a slow process in which
the system changes from one equilibrium position to another equilibrium position very slowly. So that is mean by this quasi-static process. It's okay. അപ്പോൾ നമ്മുടെ എയിം അതല്ല, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ്. നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഒന്നുകൂടി പറയുന്നു. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത്, വി ആർ ടേക്കിംഗ് എ സിലിണ്ടർ വിച്ച് ഹാസ് എ പിസ്റ്റൺ. ഒരു പിസ്റ്റൺ ഉള്ള ഒരു സിലിണ്ടറിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോറി. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇനീഷ്യലി ഈ ഡാഷ്ഡ് ലൈനിലിട്ട ആ ഭാഗത്തായിരുന്നു ഈ പിസ്റ്റൺ നിന്നിരുന്നത്. ദാറ്റ് മീൻസ് ഇനീഷ്യലി ഇവിടെ ദ V1 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ ഞാൻ V എന്നാണ് എഴുതിയത്. ദ വോളിയം ഓഫ് ദാറ്റ് ഗ്യാസ് സിസ്റ്റം. ഇതിൻ്റെ ഉള്ളൊരു ഗ്യാസാണ്. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പിസ്റ്റൺ എന്ത് ചെയ്തു, മുകളിലേക്ക് മൂവ് ചെയ്തു. ആ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഇതിൻ്റെ വോളിയം എന്തായി, V2 ആയിട്ട് ചേഞ്ച് ചെയ്തു. സോ ഇനീഷ്യലി ദ പിസ്റ്റൺ ഈസ് ഇൻ ഈ പൊസിഷനിലാണ്, ഈ ഡാഷ്ഡ് ലൈൻസ് വെച്ച പൊസിഷനിലാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ടു ദിസ് പൊസിഷൻ. അപ്പോൾ പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ വോളിയം കൂടുകയാണ്. ദാറ്റ് മീൻസ് ദ ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ്, ഇസ്ന്റ് ഇറ്റ്? സോ ദ ഗ്യാസ് ഇൻ ദിസ് സിലിണ്ടർ എക്സ്പാൻഡ്സ് ഫ്രം initial volume to final volume. I am taking the initial volume as V1 and final volume as V2. In some of the textbook they are taking initial volume as VA and final volume as VF. Whatever you want, you can use that. So here let A is the area of that piston. ഇതൊരു പിസ്റ്റൺ ആണ് അല്ലേ? അപ്പോൾ ഈ പിസ്റ്റൺ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പിസ്റ്റണിൻ്റെ ഈ സർഫസിൻ്റെ ഏരിയയാണ് നമുക്ക് എന്തെന്ന് എടുക്കാം, എ എന്ന് നമ്മൾ എടുക്കുന്നത്. സോ വി ആർ ടേക്കിംഗ് എ ആസ് ദ ഏരിയ ഓഫ് ദ പിസ്റ്റൺ. സോ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് മീൻസ് എന്താ സംഭവിക്കുന്നത്, ഈ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് മീൻസ് ഈ എക്സ്പാൻഷൻ്റെ ഇടയിൽ പിസ്റ്റൺ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഐ ആം ടേക്കിംഗ് ആസ് ദ DL ആയിട്ടാണ് ഈ ഡിസ്റ്റൻസ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഹിയർ വാട്ട് വി ക്യാൻ സേ, DL ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദിസ് ഗ്യാസ് സിസ്റ്റം അല്ലേ? ഈ ഗ്യാസ് സിസ്റ്റത്തിന് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് DL ആണ് എടുക്കാം. അതായത് ദ ഏരിയ ക്യാൻ ബി ഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ, സോറി, ദ വോളിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ഇൻ ടു ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ദിസ് തിക്നെസ് or this distance. So I can find the change in volume happen for this gas system as dV, which is equal to A into dl, isn't it? A എന്ന് പറയുന്നതിൻ്റെ ഏരിയ ആണ്, dl എന്ന് പറയുന്നതിൻ്റെ തിക്നെസ് ആണ്. സോ ദ ഏരിയ ഓഫ് ഇതിനുണ്ടായ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഡാഷ്ഡ് ലൈനിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഈ ഇത്രയും ഭാഗത്തിൻ്റെ വോളിയമാണ്. ആ വോളിയം എന്ന് പറയുന്നത് നമുക്ക് A into dl നമുക്ക് എടുക്കാം. So okay, so that is about the change in volume. So firstly what I am going to find is, I am trying to find during this expansion what will be the force acted on that piston. ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യണം. ഇവിടെ ഗ്യാസിൽ നിന്ന് ആ പിസ്റ്റൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലെറ്റ് ദാറ്റ് ഫോഴ്സ് ബി F ആൻഡ് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദാറ്റ് വൺ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്, isn't it? So let P is the pressure on the intermediate state of the system. അതായത് ഇതിൻ്റെ ഇടയിൽ ഈ സാധനത്തിന് എക്സ്പാൻഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും ഇതിനുണ്ടായിരുന്ന പ്രഷറാണ് എന്ത്, ലെറ്റ് പി ഈസ് ദ പ്രഷർ ഓഫ് എൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഓഫ് ദാറ്റ് സിസ്റ്റം. അതായത് ഇത് എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത്, ഇത് എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സമയത്ത് ആ പിസ്റ്റൻ്റെ മുകളിലുണ്ടായിരുന്ന പ്രഷർ പി ആണെന്ന് വിചാരിക്കുക. നമുക്ക് നോക്കാം. യു നോ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഏരിയ. സോ ദ ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ at any time that can be written as pressure into area അല്ലേ? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ദ ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ as pressure into area. അതായത് എന്താ, പ്രഷർ ഓഫ് ദ പ്രഷർ ലെറ്റ് പി ഈസ് ദ പ്രഷർ ഓഫ് എൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ നിന്ന് പിസ്റ്റൺ മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക, പി എന്ന് വിചാരിക്കുക. ദെൻ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഫോഴ്സ് as pressure into area. Then I need to find the work done, isn't it? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ മീൻസ് ആരോ പിന്നെ എന്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തപ്പോഴാണ് ഈ പിസ്റ്റൺ മൂവ് ചെയ്തത്. ദാറ്റ് മീൻസ് someone is doing some work and someone means this gas is doing that work on this piston, isn't it? So I am trying to find what is the work done by the gas to this piston. That can be written as ഈ DL എന്ന് പറയുന്ന ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ ഐ ക്യാൻ ഡു ദാറ്റ് ആസ് dW is equal to F into dl അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. But this force I know that is equal to pressure into area, so I can find that dW equal to PA into dl. But you know A into dl, that is equal to the change in volume dV. So I can write that this dW equal to P into dV, isn't it? That is the work done.
അതായത് ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡി ഡബ്ല്യു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി, ഇസ്ൻ്റ് ഇറ്റ്? ദെൻ ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ V1 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് V2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ V1 എന്ന് പറയുന്ന ഇനീഷ്യൽ വോളിയത്തിൽ നിന്ന് V2 എന്ന് പറയുന്ന ഇനീഷ്യൽ വോളിയത്തിലേക്കുള്ള ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ദാറ്റ് വൺ, ഇസ്ൻ്റ് ഇറ്റ്? The total work done will be integral of that dW, so we can find that W equal to integral V1 to V2 P dV, where this V1 is the initial volume and V2 is the final volume. അപ്പോൾ എപ്പോഴോ ചെറിയ ഒരു ലെങ്ത്ത് DL എന്ന് പറയുന്ന ലെങ്ത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ആ പിസ്റ്റൻ്റെ മുകളിൽ ആക്ട് ചെയ്ത പ്രഷർ P ആണ്. അപ്പോഴുണ്ടായിരുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, F equal to P into A, and from there we can find this. Okay, so that is the total work done. So work done we can find that is equal to integral V1 to V2 P dV. അപ്പോൾ അതിനെ ഈ വർക്ക് ഡണ്ണിനെ നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഹിയർ യു നോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു P into dV, isn't it? ഇപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഈ ചെറിയൊരു ഡിസ്റ്റൻസിലുള്ള ഏരിയയാണ് ഞാൻ എടുത്തത്. ഈ ചെറിയൊരു ഭാഗത്തിൻ്റെ ചെറിയൊരു ഫ്രാക്ഷൻ്റെ ഏരിയയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇറ്റ് പ്രഷർ, ഇത് നമുക്ക് ട്രപ്പിസോഡൽ റൂളൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നിങ്ങൾ പൈത്തണിൽ വൃത്തിയായിട്ട് പഠിക്കും, ട്രപ്പിസോഡൽ റൂളും സിംപ്സൺസ് റൂളൊക്കെ വെച്ചിട്ട്. ബിഫോർ ദാറ്റ് ഡി വി എന്ന് പറയുന്നതാണ് ഇവിടെ ചേഞ്ച് ഇൻ വോളിയം. അതായത് ഈ ചെറിയ വിഡ്ത്തിനെയാണ് നമ്മൾ ഡി വി എന്ന് പറയുന്നത്. പിന്നെ ഈ ലെങ്ത്തിന് നമുക്ക് എന്തെന്ന് പറയാം? പ്രഷറാണ്. അപ്പോൾ പ്രഷറാണ് ഈ പറഞ്ഞ വൈ ആക്സിസിലുള്ള, അതായത് ഒരു പ്രത്യേക സമയത്തുണ്ടായിരുന്ന ഈ പ്രഷർ പി ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ദിസ് പി ഇൻറ്റു ഡി വി എന്ന് പറയുന്നതായിരിക്കുന്നത് ഈ പറഞ്ഞ ട്രപ്പിസോയിഡിൻ്റെ എന്തായിട്ട് നമുക്ക് പറയാൻ പറ്റുക? വോളിയമായിട്ട് പറയാൻ പറ്റുക. സോ വോളിയം ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി. ആൻഡ് ഹിയർ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ദ ടോട്ടൽ വോളിയം, ഇസ്ൻ്റ് ഇറ്റ്? ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഓരോ വോളിയം എടുത്തിട്ട് മൾട്ടിപ്ലൈ ആയിട്ട് സം ചെയ്ത് കുറേ സം ചെയ്ത് കൊണ്ടുവരിക. ഈ മൾട്ടിപ്ലൈ ആയിട്ട് സം ചെയ്യുന്നതിനാണ് നമുക്കിവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ദ ഇൻ്റഗ്രേഷൻ ഹിയർ. So the total work done will be integral dW, so that is equal to integral V1 to V2 P dV, where V1 is the initial volume and V2 is the final volume. So that is the work done. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് പി വേ ഡയഗ്രാം ഓർ ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഹിയർ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ഡിഫറെൻറ്റ് പ്രോസസ്. നമുക്ക് തൽക്കാലം വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ് പഠിക്കാം, പിന്നെ അഡയാബാറ്റിക് പ്രോസസ് പഠിക്കാം, നമുക്ക് പിന്നെ ഐസോബാറിക് ഐസോകോറിക് ഒക്കെ പഠിക്കാം. So firstly we are trying to find the work done during an isothermal process. You know what is the work done? Sorry, that W equal to integral V1 to V2 P dV. That is the equation to find the work done of any thermodynamic process. But here I am going to find what is P. We have an ideal gas equation PV equal to RT. അല്ലേ, ഒരു 1 mole atom ആണ്, 1 mole ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ we can find PV equal to capital R into T. ഇത് n moles ഉണ്ടെന്നുണ്ടെങ്കിൽ instead of that we can use PV equal to nRT. തൽക്കാലം I am taking only 1 mole of gas, so this PV equal to RT, which can be written as P equal to RT by VV. Isn't it? V right hand സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ by V ആവും, so P equal to RT divided by V. So I am trying to substitute this equation 2 in this equation 1. So instead of that P, I am substituting RT divided by V. So it is equal to integral V1 to V2 RT by V dV. Isn't it? R എന്ന് പറയുന്നത് എന്താണെന്നറിയാം, അത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ എനിക്ക് പുറത്തേക്ക് എടുക്കാം, since it is a constant. T is temperature here. Now we are doing an isothermal process here. Since we are dealing with an isothermal process, we know the temperature is constant, so I can take it outside. So capital R into capital T into integral V1 to V2 1 by V into dV. It is the work done, isn't it? So I am trying to integrate this. 1 by V ൻ്റെ integral എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ln V ആണ്. ln V അല്ലെങ്കിൽ ln എന്ന് പറയുന്ന നാച്ചുറൽ ലോഗരിതം ആണെന്ന് അറിയാം. സോ 1 by V, integral of 1 by V എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ആണ്. സോ ദാറ്റ് ഈക്വൽ ടു RT ln V, and I am applying the limit. Lower limit is V1 and upper limit is V2. And just I am trying to apply this limit. അപ്പോൾ നമുക്ക് എന്താ പറയുക, RT ഇവിടെ കിടക്കും. ആദ്യം I am applying the upper limit, that is equal to ln VT V2 minus lower limit ln V1, isn't it? So RT into ln V2 minus ln V1. That means log A minus log B. You know that log A minus log B എന്ന് പറഞ്ഞാൽ log A by B ആണെന്നും log A plus log B എന്ന് പറഞ്ഞാൽ log A into B ആണെന്നും ഒക്കെ നിങ്ങൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലും
8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ln v2 minus ln v1, that is equal to ln v2 by v1. So it is equal to RT into ln v2 by v1. That is the work done. So I can write the work done during an isothermal process as W equal to RT ln v2 by v1. It's okay. അപ്പോൾ ഇവിടെ ln എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതമാണ്, ലോഗ് ടു ദ ബേസ് ഇ. അപ്പോൾ അത് നമുക്ക് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, സപ്പോസ് ഐ ആം ട്രൈങ് ടു യൂസ് എ കോമൺ ലോഗരിതം. കോമൺ ലോഗരിതം എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് 10 ആണ്. അപ്പോൾ ലോഗ് ടു ദ ബേസ് 10 ആയിട്ടാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ ln എന്നുള്ളതിനെ നമുക്ക് എന്ത് പറയാം, 2.303 ഇൻറ്റു ലോഗ് എന്ന് നമുക്ക് പറയാം. ഹിയർ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഹിയർ, ഐ ആം ചേഞ്ചിങ് ദ നാച്ചുറൽ ലോഗരിതം ടു ദ കോമൺ ലോഗരിതം. അപ്പോൾ അങ്ങനെ കോമൺ ലോഗരിതമായിട്ട് മാറ്റുമ്പോൾ നമുക്ക് W എന്ന് പറയുന്നത് 2.303 RT ലോഗ് v2 by v1 എന്ന് പറയാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കോമൺ ലോഗരിതം എന്ന് പറഞ്ഞാൽ ദ ലോഗരിതം ടു ദ ബേസ് 10 ആണ്. നാച്ചുറൽ ലോഗരിതം എന്ന് വെച്ചാൽ ലോഗരിതം ടു ദ ബേസ് ഇ ആണ്. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, രണ്ട് ഉപയോഗിച്ചാലും വി വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട് ആൻഡ് ബോത്ത് ആർ സെയിം, ആൻഡ് വി ക്യാൻ കണക്ട് നാച്ചുറൽ ലോഗരിതം ടു കോമൺ ലോഗരിതം ലൈക്ക് ദിസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്. ബട്ട് നമ്മൾ ഇവിടെ പഠിച്ചത് ഇത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ഇക്വേഷനാണ് 2.303 RT log v2 by v1. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, സപ്പോസ് ഐ ആം ഗിവിങ് യു എ പ്രോബ്ലം. ആ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് വോളിയം തന്നിട്ടില്ല, നിങ്ങൾക്ക് തരുന്നത് പ്രഷറാണെന്ന് വിചാരിക്കുക. ദെൻ വി ക്യാൻ ഫൈൻഡ് ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? ഹൗ? വി നോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ദാറ്റ് ഫോർ 1 mole of gas that PV equal to RT, you know. The initial volume and pressure എന്ന് പറയുന്നത് P1 V1 ആണ്. സോ P1 V1 ഈക്വൽ ടു ക്യാപിറ്റൽ RT. ഫൈനൽ വോളിയം ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് P2 V2 ഒക്കെയാണ്. സോ P2 V2 ഈക്വൽ ടു RT. വി ക്യാൻ യൂസ് ദാറ്റ്. കാരണം T എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും ഒന്ന് തന്നെയാണ്, കാരണം ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്, ഇസ്ന്റ് ഇറ്റ്? അല്ലെങ്കിൽ P1 V1 ഈക്വൽ ടു RT1 എന്ന് എഴുതാം, P2 V2 എന്ന് പറയുന്നത് RT2 എന്ന് എഴുതാം. ഇവിടെ ഇവിടെ T1 ഉം T2 ഒന്ന് തന്നെയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഐസോതെർമൽ പ്രോസസ്. Since T1 equal to T2, we can write P1 V1 equal to R into capital T and P2 V2 equal to R into capital T. So it is equation number 3 and 4. And I am comparing these two equations, isn't it? So the right hand side of these two equations are same. So I can write P1 V1 equal to P2 V2. And from this equation I can go to this equation, that is V2 by V1 equal to P1 by P2. So instead of this V2 by V1, I can substitute the value as P1 by P2. അല്ലേ, V1 ന് പകരം പ്രഷർ അല്ല, വോളിയത്തിന് പകരം പ്രഷറാണ് തന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. സോ ദിസ് വർക്ക് ഡൺ ക്യാൻ ബി റിട്ടൺ ആസ് 2.303 RT log P1 by P2. ഇനി വോളിയം ആണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ് 2.303 RT log V2 by V1. ആൻഡ് ഫോർ n mole ഓഫ് ഗ്യാസ്, ഇത് 1 mole ഓഫ് ഗ്യാസിനാണ്, ലെറ്റ് ദ n moles ഓഫ് ഗ്യാസ് ആർ ദർ. സോ ഫോർ ദാറ്റ് വൺ ഐ ക്യാൻ യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 n RT log V2 by V1. Similarly here I can use that is as 2.303 nRT log P1 by P2. എന്ത് വേണം യൂസ് ചെയ്യാം. Here we are using n moles of gas and here we are using only 1 mole of gas. Okay, so that is about the work done in an isothermal process. Next we can go to the work done during a adiabatic process. Here also I am using the same equation that the work done in any thermodynamic process can be written as integral V1 to V2 PdV. But in the adiabatic process, you know, equation of an adiabatic process, that is equal to PV raised to gamma equal to K, isn't it? K means PV raised to gamma equal to a constant, that's all. ഈ ഗാമ യു നോ വാട്ട് ഈസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു CP by CV, അതായത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ക്ലാസ്സിലോ പഠിക്കും, ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്. അപ്പോൾ PV raised to gamma equal to K means from there I can write P equal to K by V raised to gamma, and I can substitute this value, or I can substitute the value of P in this equation 1. So thus by substituting the equation 2 in equation 1, I can write W equal to integral V1 to V2 K by V raised to gamma dV. Okay, and I am trying to integrate it. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒന്ന് K ആണ്. K എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, ആ കോൺസ്റ്റൻ്റ് എനിക്ക് പുറത്തെടുക്കുക, അത് അവിടെ ഇരിക്കട്ടെ. V raised to 1 by V raised to gamma means V raised to minus ഗാമയാണ്. സോ V raised to minus ഗാമയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ we know that is equal to V raised to gamma, V raised to minus gamma plus 1 divided by minus gamma plus 1 ആയിരിക്കും. അതായത് x raised to n-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ we will get that is equal to x raised to n plus 1 divided by n plus 1, isn't it? Similarly, if we are integrating V raised to minus gamma, the answer will be V raised to minus gamma plus 1 divided by minus
minus gamma plus 1. And I am applying the limit, the lower limit as v1 and upper limit as v2. It's okay. So I am writing it here, minus gamma plus 1 എന്നുള്ളതിനെ നമുക്ക് 1 minus gamma എന്ന് എഴുതാം. So 1 by 1 minus gamma, that is outside. And I am giving the upper limit here, that is k into v2 minus gamma plus 1 minus k into പിന്നെ v1 കൊടുത്തു, v1 minus gamma plus 1. It is that, isn't it? അപ്പോൾ ഇതിനെ ഈ k എന്ന് പറയുന്നത് we know that is equal to pv raised to gamma, isn't it? അപ്പോൾ ഞാനതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമുക്കൊന്ന് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ k may be k is equal to pv raised to gamma, അതായത് k നെ നമുക്ക് p2 into v2 raised to gamma എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷനിലായ p1 into v1 raised to gamma എന്ന് എഴുതാം. അതായത് ഏത് സമയത്തുള്ള പ്രഷറും വോളിയം റേസ് ടു ഗാമയും അടിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി മസ്റ്റ് ഗെറ്റ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ഓഫ് അഡയബാറ്റിക് പ്രോസസ്. ഒരു അഡയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കണം. സോ ഹിയർ വി ആർ ടേക്കിംഗ് ദ വാല്യൂ ഓഫ് വോളിയം ആൻഡ് പ്രഷർ അറ്റ് ദ ഫൈനൽ സ്റ്റേജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു p2 into v2. So instead of this k, I can substitute the value as p2 into v2 raised to gamma. And in the second case, in the second time, I can substitute that as p1 into v1 raised to gamma, isn't it? രണ്ടും k ആണ്. pv raised to gamma എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിന് പകരം I can use p2 into v2 raised to gamma, and here we are using p1 into v1 raised to gamma. Okay. So it is the equation. ഇവിടെ v2 raised to gamma, v2 raised to minus gamma plus 1 എന്നുള്ളതിന് പോയി കഴിഞ്ഞ് v2 എന്നായിരിക്കും വരിക. സിമിലർലി ഹിയർ v1 raised to gamma, v1 raised to minus gamma plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക v1 ആയിരിക്കും. സിമ്പിളാണ്. x raised to m into x raised to n എന്ന് വെച്ചാൽ x raised to m plus 1 ആണ്. സോറി, x raised to m into x raised to n എന്ന് വെച്ചാൽ x raised to m plus n ആണ്, isn't it? So here v2 raised to gamma into v2 raised to minus gamma plus 1 എന്ന് പറയുന്നത് v2 raised to gamma minus gamma plus 1 ആണ്. അപ്പം ഗാമയും മൈനസ് ഗാമയും പോവും, ബാക്കി ഒരു 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ v2 raised to 1, that is equal to v2. Okay. Similarly, in the second case, we know v1 raised to gamma into v1 raised to minus gamma plus 1, that is equal to v1 raised to gamma minus gamma plus 1. Gamma minus gamma അത് പോയി, പിന്നെ raised to 1 ഉള്ളൂ. So v1 raised to 1 means v1. So I can substitute that here and I can rewrite that as 1 by 1 minus gamma into p2 v2 minus p1 v1. And you know one thing, that ഈ ഗാമ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഗാമ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ആണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിവൈഡ് ബൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കും. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കും കോൺസ്റ്റൻറ്റ് വോളിയത്തിനേക്കാൾ കൂടുതൽ. അതെങ്ങനെയാണ് വരിക, എത്രയാണ് വരിക എന്നുള്ളത് നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞാൽ പിടിക്കും. അപ്പോൾ എന്തായാലും ഗാമ എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ തിരിച്ചെഴുതി 1 by gamma minus 1 എന്നെഴുതി. അപ്പോൾ ഈ ഒരു മൈനസ് ബാക്കിയുണ്ടാവും. മൈനസ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, p2 v2 മൈനസ് p1 v1 എന്നുള്ളത് തിരിഞ്ഞ് p1 v1 മൈനസ് p2 v2 എന്ന് പറയും. ഇത് തന്നെയാണിത്. ഇനി ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇവിടെ മൈനസ് ഒന്ന് തിരിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതിയെന്നുള്ളൂ. സോ വി വിൽ ഗെറ്റ് ദ സെയിം തിങ്. സോ ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡയബാറ്റിക് പ്രോസസ് ക്യാൻ ബി റിട്ടൺ as 1 by gamma minus 1 into p1 v1 മൈനസ് p2 v2. അല്ല, തിരിച്ച് മറ്റേ പോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 1 by 1 minus gamma into p2 v2 minus p1 v1. That is the work done during an adiabatic process. ഇതൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട് ഐസോതെർമലിലും അഡയബാറ്റിക്കിലൊക്കെ വെച്ചിട്ട്. സോ ഹിയർ ഫോർ 1 mole of gas, 1 mole of ഗ്യാസിന് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by gamma minus 1 into p1 v1 minus p2 v2 എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, വി നോ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ pv equal to RT, isn't it? അപ്പോൾ p1 v1 എന്ന് പറയുന്നത് എന്താണ്, RT1 ആണ്. അതായത് p1 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള പ്രഷറാണ്. v1 is the volume at initial state and the on that time the temperature is T1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, p1 v1 can be written as RT1. Similarly p2 v2 can be written as RT2. So we can write, instead of that p1 v1 minus p2 v2, I can write RT1 minus RT2. And capital R is a constant there, or that is a common time in both of that times. ഈ ടൈമിലുള്ളൊരു കോൺസ്റ്റൻറ്റ് ടൈമാണ്. സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ദാറ്റ് വർക്ക് ഡൺ W will be R by gamma minus 1 into T1 minus T2. So I can find the work done during an adiabatic process like this. പ്രഷറും വോളിയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ടെമ്പറേച്ചർ മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതായിരിക്കും എളുപ്പം. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിലും ഫൈനൽ സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചർ തരികയാണെങ്കിൽ സിംപ്ലി വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ വർക്ക് ഡൺ during that adiabatic process. It is for 1 mole of gas, and if you are taking n moles of gas, then we can write that as W equal to n into R
ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. ഇനി ഇവിടെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ n ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. സോ ദാറ്റ് അബൌട്ട് ദ work done during an adiabatic process. And next is the work done during an isobaric process. അത് സിമ്പിളാണ്. വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 P dV ആണ്. And here we know P is a constant because isobaric process ആണ്. Isobaric process means it's a process where pressure is constant. So that constant pressure can be taken outside. So that will be work done will be P into integral V1 V2 dV. But dV integrate ചെയ്താൽ V ആയിരിക്കും കിട്ടുക, and I am applying the limit V1 and V2. So the W can be written as P into V2 minus V1. That is the work done during an isobaric process. And next is the work done during an isochoric process. Isochoric means volume is a constant, isn't it? So what is dV here? dV എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. ഇനീഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഐസോകോറിക് പ്രോസസ് മീൻസ് കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. അതായത് ഇനീഷ്യൽ വോളിയം തന്നെയാണ് ഫൈനൽ വോളിയം. അതായത് എന്തില്ല, ചേഞ്ച് ഇൻ വോളിയം ഇല്ല. അതായത് എന്തില്ല, dV ഇല്ല. അപ്പോൾ dV ഇല്ല മീൻസ് എന്താണ്, ഇൻ്റഗ്രൽ V1 to V2 P dV എന്ന് പറയുമ്പോൾ ഇവിടെ dV 0 ആണ്, അല്ലെങ്കിൽ നമുക്ക് വോളിയത്തിന് ചേഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഈ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് കിട്ടും, 0 എന്ന് കിട്ടും. So we can say that the work done during an isochoric process is 0. So in this class mainly we studied about work done in 4 thermodynamic process. One is isothermal, adiabatic, isochoric and isobaric. Okay, bye. We can see in the next class. ഇതിനെ പറ്റിയിട്ടേ എപ്പോഴും ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് തലങ്ങും വിലങ്ങും ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ ഐസോബാറിക് പ്രോസസ്സും ഐസോതെർമൽ പ്രോസസ്സിലും അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള വർക്ക് ഡണും അത് ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചോദിക്കാറുള്ള സെഷൻസാണ്. അപ്പോൾ ഇതൊന്ന് വൃത്തിയായിട്ടൊന്ന് പഠിക്കുക. സോ ഓക്കെ, വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.